ഹായ് ഹലോ നമസ്കാരം. ഇപ്പം നമ്മുടെ ചാനലിൽ കുറച്ചു കാലം മുന്നേ വരെ, അതായത് ഒരു പ്രീ കോവിഡൊക്കെ ആ ഒരു ഏറയിൽ നമ്മൾ പലപ്പോഴും പല വീഡിയോസും ചെയ്യാറുള്ളത് സെയിൽസ് ചാർട്ടിൻ്റെ നമ്പേഴ്സും ഓട്ടോ പണ്ഡിറ്റ്സ് ഏജൻസി ഇപ്പം തരുന്നുണ്ട്. അത് ആ ഒരു നമ്പേഴ്സും അതല്ലാണ്ട് വാഹന ലോകത്തെ വാർത്തകളും കൗതുകങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ട് ഒരു സംവാദനം പോലെ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ തന്നെയും ചോദ്യോത്തരങ്ങളായിട്ട് പലപ്പോഴും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ ഒരു ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരാറായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ടതില്ല. അതില്ലാത്ത കാരണം എന്ന് പറയുമ്പോൾ ഒത്തിരി അധികം റിവ്യൂ വീഡിയോസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ആ ഒരു വീഡിയോസിൻ്റെ കൈൻഡ് ഓഫ് സ്വഭാവം ഒന്നും മാറിപ്പോയതാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരുപാട് സമയമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വാഹന ലോകത്തെ ആ ഒരു ഒഴുക്കൊന്നും നിന്നിട്ടുണ്ട്. പുതിയ ലോഞ്ചുകളുടെ ഇനി വരുന്ന ലോഞ്ചുകളിലേക്ക് അടുത്ത വർഷം 2023 വേണ്ടി മാറ്റി വെച്ചാണ്. ഇപ്പോൾ നവംബറും ഡിസംബറും കാര്യമായിട്ട് ആ ഒരു ലോഞ്ചുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വാഹന ലോകത്തെ വാർത്തകളും വാഹന ലോകത്തെ കൗതുകങ്ങളൊക്കെ ആ ഒരു സംസാരം പോലെ നമുക്കൊന്ന് സംസാരിച്ചാലോ, അല്ലെങ്കിൽ നമുക്കൊന്ന് പങ്കുവച്ചാലോ? അപ്പോൾ വണ്ടിപ്രാന്തന്റെ പുതിയ വീഡിയോ എല്ലാവരും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈ ഒരു സൺഡേയിൽ, ഈ ഒരു ഞായറാഴ്ച നമുക്ക് ഒരു പുതിയ സെഗ്മെന്റ് അല്ലെങ്കിൽ പഴയ സെഗ്മെന്റ് കൊണ്ട് കൂടിയിട്ടെടുക്കാം. ഇത് വാർത്തകളെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കോൺവെർസേഷനെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സംവാദനമെന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. സ്വാഗതം. 3-4 കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ. അതായത് ഒന്നെന്ന് പറയുമ്പോൾ കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യലും അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരി നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ, ഒരു ഹൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ആ ചാരൊക്കെ ഒന്ന് ക്രമീകരിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാം. ഈ ചോദ്യം എന്ന് പറയുന്നത് ഇത് തികച്ചും അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളിരിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ എന്താണ്? ഏറ്റവും താഴെയാണോ അതോ ഏറ്റവും മുകളിലാണോ? അതിന് കണക്കുണ്ടോ? ഇപ്പം എൻ്റെ ഒരു കണക്ക് വെച്ചാൽ ഞാനിപ്പോൾ ഈ സീറ്റിലിരിക്കുന്നത് ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ ഏറ്റവും മുകളിലേക്ക് ആക്കിയിട്ട് 4 നോച്ച് താഴെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്, അത്യാവശ്യം നല്ല ഒരു സ്റ്റിയറിംഗിൻ്റെ മുകളിൽ പിടിക്കാൻ അത്യാവശ്യം നല്ലൊരു ഹോൾഡ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ട്, കൂടാതെ നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പൊസിഷൻ ആ ഒരു സീറ്റിന്റെ നോച്ചിന്റെ നമ്പർ താഴെ കമന്റ് ചെയ്തോ. ഒന്നുമല്ല, ഒരു കൗതുകത്തിനാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കൺട്രോൾസ് ഒക്കെ റീച്ചിലാണോ അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അതും കൂടി ഈ ഒരു സീറ്റിന്റെ ഹൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കുമല്ലോ, അതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി വാഹന ലോകത്തെ വാർത്തകളിലേക്ക് കിടന്നാൽ ഒരുപാട് വാർത്തകളുണ്ട്. ഇപ്പോൾ നവംബർ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഒക്ടോബറിലെ സെയിൽസ് ചാർട്ട് നമ്പറിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കൗതുകമുണ്ട്. ബ്രസ ആയിരുന്നു ആ ഒരു കോമ്പാക്ട് എസ് യു സെഗ്മെന്റിൽ അത്യാവശ്യം മുന്നിട്ട് നിന്നത് എല്ലാ മാസവും സെയിൽസിലൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു മാസം ഒക്ടോബറിൽ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നെക്സോൺ ഒന്ന് മുന്നിലേക്ക് കയറിയിട്ടുണ്ട്. നെക്സോൺ മുന്നിലേക്ക് കയറി 9ാം സ്ഥാനത്തേക്കോ 10ാം സ്ഥാനത്തേക്കോ ബ്രസ പിന്തള്ളിയിട്ടുണ്ട്. അതൊരു കാര്യമാണ്. കാരണം നെക്സോൺ കയറാൻ പല കാരണങ്ങളുണ്ട്. നെക്സോൺ കാരണം എന്ന് പറയുമ്പോൾ നെക്സോൺ ഒരുപാട് വൈവിധ്യങ്ങളുണ്ടല്ലോ റോഡിൽ കാണാം. നിങ്ങൾക്ക് അത് ഇലക്ട്രിക് ആയിട്ട് കാണാം, പെട്രോളായിട്ട് കാണാം, ഡീസലായിട്ട് കാണാം, AMT ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ AMT ആണ്. അങ്ങനെ പല വേരിയന്റുകളുണ്ട്. അതൊരു കാര്യമല്ല, എന്നാലും ഒരുപാട് നെക്സോൺസ് നിരത്തിലുണ്ട്. പിന്നെ മഹീന്ദ്രയുടെ ഒരു സെയിൽസിന്റെ കാര്യം പറഞ്ഞാൽ മഹീന്ദ്രയുടെ ബൊലോറോ നിയോ അല്ലെങ്കിൽ താറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ തന്നെയും പുതിയ ലോഗോ പേര് ഷോറൂമിൽ വന്നതാണ്. നമ്മളത് കണ്ടു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടാണ്, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുറേ ചോദ്യങ്ങൾക്ക് ഞാൻ അവിടെ സ്റ്റോറി ആയിട്ട് ഉത്തരം കൊടുത്തു. അതല്ലാണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പേനെടുത്ത് എഴുതാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു ചോദ്യോത്തരം കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പറയുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ മാസം വിറ്റ വണ്ടികൾ എത്രയാണ്? ഇപ്പോൾ വീഡിയോ കാണാറില്ല എന്നുള്ളതാണ്. അതിന് കാരണം നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് വിറ്റ വണ്ടികളിലെ ആ ഒരു നമ്പേഴ്സ് ഇങ്ങനെ വിളിച്ച് പറയുന്നത് അർത്ഥമൊന്നുമില്ല. അതായത് ആ ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ vandipranthan.com സന്ദർശിച്ചാൽ ഞാൻ പലപ്പോഴും ആ ഒരു കാര്യങ്ങൾ അനാലിസിസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഓട്ടോ പണ്ഡിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ് ഈ ഒരു നമ്പേഴ്സ് തരാം. ഈ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്പാച്ച് നമ്പേഴ്സാണ്. ഡിസ്പാച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ഷോറൂമിൽ നിന്ന് വിറ്റ ആ ഒരു നമ്പറല്ല, പകരം ഫാക്ടറിയിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഫാക്ടറിയിൽ നിന്ന് ഡീലേഴ്സിന് ഡിസ്പാച്ച് ചെയ്ത നമ്പേഴ്സാണ്. ആ ഒരു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പലപ്പോഴും ആ ഒരു നമ്പേഴ്സിന്റെ ഒരു എണ്ണം കണ്ടിട്ട് ഇത്തിരി വണ്ടികൾ വിറ്റോ എന്നൊക്കെ തോന്നാം. അത് ശരിക്കും വിറ്റതല്ല. പലപ്പോഴും പല വണ്ടികളും യാർഡിൽ തന്നെ കിടപ്പുണ്ടാവും. യാർഡ് കിടക്കുന്ന വണ്ടികളുടെ നമ്പർ കൂടുതലുണ്ടാവും. അതായത് ഫാക്ടറിയിൽ നിന്ന് കയറി പോന്നു, എന്നാൽ ഓണർക്ക് എത്തിയിട്ടില്ലെന്ന് പറയില്ലേ, അതുപോലെയാണ് ആ നമ്പേഴ്സിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടാറ്റ പഞ്ച് നല്ല വണ്ടിയാണോ? ഇനി അതുപോലെ SUVകൾ വലുതും വരാനുണ്ടോ? ടാറ്റ പഞ്ച് നല്ല വണ്ടിയാണ്. നമ്മൾ AMT അല്ലെങ്കിൽ എന്താ പറയുക സാധാ പഞ്ചൊക്കെ ഓടിച്ചാണ്. അപ്പോൾ പഞ്ചിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചിന് പവർ കുറച്ച് കുറവാണ്. ആ പവർ കുറവെന്ന് പറയുമ്പോൾ നെക്സോണിൽ കണ്ടിട്ടുള്ള ആ ഒരു ടർബോ പെട്രോളിന്റെ ഒരു ഇത്തിരി BHP കുറച്ച് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. കാരണം ഒരു ഇത്തിരി കൂടി പവർ ആവായിരുന്നു. ഒരു 100 BHP ഒക്കെ ആണെങ്കിൽ നന്നായിരുന്നു തോന്നി. പക്ഷേ അപ്പോൾ ആ ഒരു കാറ്റഗറി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പ്രൈസിലും ആ ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടായിരിക്കണം ആ ഒരു പഞ്ചിന് ആ ഒരു ടർബോ പെട്രോളോ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തത്. പക്ഷേ ആസ് എ ഫാമിലി കാർ എന്ന നിലയ്ക്ക് ടിയാഗോ വാങ്ങാൻ പോകുന്ന ആൾക്ക് ഒരു ഇത്തിരി കൂടി കാശ് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒരു വലിയ വണ്ടിയുടെ ഫീൽഡിലെ വണ്ടി വാങ്ങാമെന്ന നിലയ്ക്ക് പഞ്ച് ഒരു നല്ല വണ്ടി തന്നെയാണ്.
SUV വല്ലതും വരാനുണ്ടെന്ന് വെച്ചാൽ SUV-കൾ വല്ലതും വരാനുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ടാറ്റ പഞ്ചിനോട് കിടപിടിക്കുന്ന ഒരു വണ്ടിയായിട്ട് എനിക്ക് സിട്രോൺ C3 തോന്നിയിട്ടില്ല. എന്നാലും സിട്രോൺ C3യുടെ എഞ്ചിനൊക്കെ വെച്ചിട്ട് ഒന്ന് ഓടിച്ചു നോക്കാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല നിസാൻ മാഗ്നൈറ്റ് പോലുള്ള കൈഗർ പോലുള്ള വണ്ടികൾ അത്ര ദൂരമൊന്നുമല്ല. പിന്നെ ടാറ്റ പഞ്ച് പോലൊരു വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായുടെ വണ്ടി വരാനുണ്ട്. ഹ്യുണ്ടായുടെ ആ ഒരു AI3 എന്നുള്ള ഒരു കോഡ് നെയിം ഉള്ള ഒരു വണ്ടി ഡെവലപ്മെന്റിൽ ഉണ്ടെന്നാണ് അറിവുള്ളത്. അതായത് 2017-2016 കാലഘട്ടത്തിൽ ഡെവലപ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ട് ആ ഒരു പാൻഡമിക് വന്ന കാരണം നിർത്തിവെച്ച ആ ഒരു കാര്യം അവർ വീണ്ടും പുനരാരംഭിച്ചിട്ട് 2023 കൂടിയിട്ട് ഇറങ്ങുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഗ്രാൻഡ് ഐട്ടൺ നിയോസിന്റെ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഒരു വണ്ടി ഉണ്ടാവുക എന്നുള്ളതാണ് വിവരങ്ങൾ. അതായത് ഗ്രാൻഡ് നിയോസിലുള്ള പോലെ ടർബോ പെട്രോളും അതുപോലെ സാധാ പെട്രോൾ എഞ്ചിനുമായിട്ട് 100 bhp 1 ലിറ്ററും അതുകൂടാതെ 1.2 ലിറ്റർ ആ ഒരു 83 PS എഞ്ചിനില്ലേ ഈ ഒരു എഞ്ചിനും ഉള്ള വണ്ടികളായിരിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. 2023 ലോഞ്ച് ആവുന്ന പറയുന്നത്. അപ്പോൾ SUV കാത്തുകയാണെങ്കിൽ ടാറ്റ പഞ്ച് പോലുള്ള വണ്ടികൾ ഇപ്പോൾ നിരത്തിലുള്ള വണ്ടികളൊന്നും പോരാ എങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു വണ്ടി വന്നാൽ അതെടുക്കാലോ. അടുത്ത ചോദ്യം, മഹീന്ദ്രയുടെ കൂടുതൽ വിൽക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ആദ്യമാണ് ചോദിച്ചിരുന്നെങ്കിൽ, കുറച്ചു കാലം മുന്നെയാണ് ചോദിച്ചിരുന്നെങ്കിൽ കണ്ണും പൂട്ടി പറയായിരുന്നു മഹീന്ദ്രയുടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടി ബൊലേറോ ആണെന്നുള്ളത്. ആ വണ്ടി ഇപ്പോൾ ലിസ്റ്റിലുണ്ട്. പക്ഷെ ഇപ്പോൾ മഹീന്ദ്രയുടെ വണ്ടികൾ വിൽക്കാൻ നമ്പർ കുറേയുള്ള കാര്യം എന്ന് പറയുന്നത് ബുക്ക് ചെയ്ത വണ്ടികൾ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും. അതായത് XUV700 സ്കോർപ്പിയോക്കും ഒക്കെ നല്ല ബുക്കിംഗ് ഉണ്ട്, എല്ലാ വണ്ടികളും ഡെലിവറി ആയിട്ടില്ല, ഒരുപാട് ബാക്ക് ഓർഡേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ബൊലേറോ അത്യാവശ്യം വിൽക്കുന്നുണ്ട്, നിയോ വിൽക്കുന്നുണ്ട്. കൂടാതെ താർ അത്യാവശ്യം നല്ല നീഷ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സെയിലുള്ള വണ്ടിയാണ്. അടുത്ത ചോദ്യം, വാഹന ലോകത്തെ പുതിയ വാർത്തകൾ എന്തൊക്കെ? പുതിയ വാർത്തകൾ എന്ന് പറയുമ്പോൾ എമ്പാടും വാർത്തകളാണോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. പാർട്ടിയോ കാരവൻ രജിസ്ട്രേഷൻ കേരളത്തിലാക്കിയെന്നില്ല, അതുപോലെ ഇലക്ട്രിക് കൺവേർഷൻ വരുന്നു എന്നുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും വരുന്നുണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വാഹന ലോകത്തുണ്ട്. ഇപ്പോൾ പറയാനുള്ളൊരു കാര്യമാണെങ്കിൽ മീറ്റിയോറിന്റെ 650 നവംബർ 8 അവർ അൺവീൽ എന്നുള്ളതാണ്. മീറ്റിയോർ അത്യാവശ്യം നല്ലൊരു ക്രൂസർ ബൈക്കാണ്. ആ ഒരു ബൈക്കിന്റെ ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ 650 വരുന്നു എന്ന് കേൾക്കുന്നു. കൂടാതെ WRV ഹോണ്ട ഇന്ത്യ വിട്ടുപോവോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ള ആ ഒരു തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും WRV ഇന്തോനേഷ്യയിൽ ADASോടുകൂടി ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് കിട്ടുമെന്നുള്ള റൂമുണ്ട്. കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. കാഴ്ചയ്ക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ADAS പോലുള്ള കാര്യങ്ങൾ എന്തായാലും ഇനിയുള്ള ഫ്യൂച്ചറാണ്, അല്ലെങ്കിൽ ഓൾറെഡി ആയി കഴിഞ്ഞു. മഹീന്ദ്രയ്ക്കൊക്കെ ADAS ഇപ്പോൾ XUV-യുടെ മുകളിൽ കയറുന്ന ആളുകൾ വണ്ടി ഓടിക്കുന്നത് കണ്ടില്ലേ, തീർത്തും ബുൾഷിറ്റാണ്. എന്നാലും ADAS ഓൺ ചെയ്തിട്ട് ആ ഒരു ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം ഓൺ ചെയ്തിട്ട് വണ്ടിയെ വണ്ടി വഴിക്ക് വിട്ടിട്ട് വണ്ടിയുടെ മുകളിൽ കയറിക്കുന്ന റീൽസൊക്കെ ഉണ്ട്. അതൊക്കെ മിക്കവാറും അപകടത്തിൽ എത്തിക്കുള്ളൂ. എന്നാലും ADAS പോലുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അത് WRV പോലുള്ള വണ്ടിക്ക് കിട്ടുന്നു എന്നുള്ളതും ഇന്ത്യയിലേക്ക് വരുമെന്ന് കേൾക്കുന്നതൊക്കെ ഒരിത്തിരി സമാധാനം ഉണ്ടാകുന്നുണ്ട് ഹോണ്ട ഓണേഴ്സിന്, അല്ലെങ്കിൽ ഹോണ്ടയ്ക്ക് ഒരു പുതിയ ജീവൻ കിട്ടുമെന്ന് തന്നെ കരുതാല്ലേ തോന്നുന്നുണ്ട്. പിന്നെ താറിന്റെ ആ ഒരു 5 ഡോർ വരുന്നതല്ലേ, താർ 5 ഡോറിന്റെ ആ ഒരു സൈഡ് പ്രൊഫൈല് ഈയിടെ റെസ്റ്റ് ലൈനിൽ ഞാൻ ആ ഒരു പിക്ചർ കണ്ടു. ശരിക്കും കാഴ്ചയ്ക്ക് നല്ല കൗതുകമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞങ്ങളെപ്പോഴും തറക്കാറുണ്ട് 5 ഡോർ ആണോ 3 ഡോർ ആണോ നല്ലത്. അപ്പോൾ 3 ഡോർ ആണ് താർ അൾട്ടിമേറ്റ് താർ. 5 ഡോറിനാകുമ്പോൾ കുറച്ച് വെളിച്ചം കിട്ടിയപ്പോൾ ഉണ്ടാവും. ജിമ്മിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഡാഷ് എന്ന് പറയുന്ന ആ ഒരു ബ്രീഡില്ലേ, കുറച്ച് വെളിച്ചം കിട്ടിയാൽ, അതായത് 5 ഡോറിന് വേണ്ടി വെളിച്ചം കിട്ടിയാൽ അതിന്റെ ഭംഗി പോകുന്നു. അത് ഒരു ഇത്തിരി സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്രപ്പോർഷൻസ് മാറും. കാണാൻ ഭംഗി ഉണ്ടായാലും നമ്മൾ തറയ്ക്കാറുണ്ട്. പലപ്പോഴും പല സുഹൃത്തുക്കളാണ് തറയ്ക്കാറുണ്ട്. അങ്ങനെയല്ല, സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ എനിക്ക് തോന്നിയത് കാണാൻ അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു വലിയ SUV ലുക്ക് ഉണ്ട്. ഈയിടെ ഞങ്ങൾ ഇന്ന് വർത്താൻ പറയുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ കാര്യമുണ്ട്. അതായത് ജീപ്പിന്റെ റാംഗ്ലർ പോകുമ്പോൾ ഇതേ താറിന്റെ 5 ഡോർ പോകുന്നുള്ളത്. അങ്ങനെയല്ല, താറിന്റെ 5 ഡോറിന് ആ ഒരു സൈഡ് പ്രൊഫൈലിന് ജീപ്പ് റാംഗ്ലറായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ആ ഒരു പിക്ചറിൽ. ഇനി മുഴുവനായിട്ട് വന്നാലേ അറിയാൻ പറ്റില്ല എന്താ അവസ്ഥ ആണത്. എന്നാലും താർ 5 ഡോർ തീർത്തും ഒരു കാത്തിരിക്കുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യങ്ങളാണ്. അതായത് ഇന്ധനക്ഷമത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇപ്പോൾ ഡെയിലി യൂസുള്ള വണ്ടികൾക്ക് മൈലേജ് മസ്റ്റാണ്. ഇപ്പോൾ ഞാനും ഈ ഒരു ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നത് ഇന്ധനക്ഷമതയ്ക്ക് വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ കൂടുതൽ ഇന്ധനക്ഷമത കിട്ടണം, അത്യാവശ്യം ഫണ്ടും വേണം. എന്നാലും ഇന്ധനക്ഷമതയ്ക്ക് അത്യാവശ്യം നല്ലൊരു പ്രയോറിറ്റി ഉണ്ട്. കാരണം കാശൊരു പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി പെട്രോളിന്റെ വില കൂടുതലാണ്, ഡീസലിനും അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോൾ ബലേനോയുടെയും അല്ലെങ്കിൽ XL6ന്റെയും CNG ഇറങ്ങി എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇലക്ട്രിക് ആണ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു ഹൈബ്രിഡുകളാണ് ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത്. അല്ല, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഓൾട്ടർനേറ്റീവ് ഫ്യൂൽസിനൊക്കെ നല്ല ഒരു സ്വാധീനം ചെലുത്താൻ പറ്റും. അങ്ങനെയാണ് CNG ഞാൻ കാണുന്നത്. അപ്പോൾ CNG എന്ന് പറയുമ്പോൾ വലിയ ഫണ്ടൊന്നും വേണ്ട, കാര്യങ്ങൾ നടക്കണം. ഫണ്ടെന്ന് പറയുന്ന കാര്യം ശരിക്കും റിലേറ്റീവ് ആണ്. എന്താണ് ഫണ്ട് എന്നുള്ളത് വേറെ കാര്യം. എന്നാലും കാര്യങ്ങൾ നടക്കണം, വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റണം, വലിയ ചിലവുണ്ടാവരുത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ CNG അത്യാവശ്യം നല്ല ഓപ്ഷനാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഓൾട്ടോ CNG യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. കാരണം വളരെ കുറഞ്ഞ പൈസയ്ക്ക് ആ ഒരു ഫ്യൂൽ അടിച്ചിട്ട് കുറേ സമയം ഓടിക്കാന്നുള്ളതും കുറേ ദൂരം ഓടിക്കാന്നുള്ളതും ഒരിത്തിരി പവർ കുറവൊക്കെ ഫീൽ ചെയ്യും. എന്നാലും കുഴപ്പമില്ല, കാശിൻ്റെ കാര്യം നോക്കുമ്പോൾ അത് മതി എന്നുള്ള ഒരു മൈൻഡൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഓർഡിനറി ആയിട്ട് വണ്ടിയെ കൊണ്ടുവരുന്ന വണ്ടി ഓടിക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക്
ഒരു A to B പോയിന്റിലേക്ക് പോകാൻ വേണ്ടി മാത്രം വണ്ടിയെ കാണുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒന്ന് കാല് കൊടുത്ത് ഓടിക്കൊന്നും വേണ്ടാത്ത ആൾക്കാർക്ക് CNG ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ CNG ബലേനോയും CNGയുടെ ആ ഒരു XL6 ഒക്കെ ഡീലർഷിപ്പിൽ എത്തി എന്നുള്ളതാണ്. വണ്ടി വാങ്ങാൻ കിട്ടുമ്പോൾ ഏതാണ് നല്ല ഒരു MPV? നല്ല MPV എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ MPV മാർക്കറ്റിൽ കുറവാണ്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ താഴെ റെനോ ട്രൈബർ ഉണ്ട്. ട്രൈബർ പക്ഷേ ചെറിയ വണ്ടിയാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി കാശ് കൊടുത്താൽ എർട്ടിക കിട്ടും. എർട്ടിക കുറച്ചുകൂടി കാശ് കൊടുത്താൽ XL6 ഉണ്ട്. XL6നേക്കാൾ കുറച്ചും കൂടി ഒരു പൈസ കൂടുതൽ കൊടുത്താൽ നമുക്ക് കിയ കാരൻസോ അല്ലെങ്കിൽ XL6ന്റെ സെയിം പ്രൈസിൽ കിയ കാരൻസ് കിട്ടും, അല്ലെങ്കിൽ എർട്ടികയുടെ പ്രൈസിൽ കിയ കാരൻസ് കിട്ടും. അപ്പോൾ കിയ കാരൻസിന്റെ പല പ്രൈസ് പോയിന്റ് ഉണ്ട്. വന്ന് ഇറങ്ങിയ സമയത്ത് പ്രൈസ് മാറ്റി എടുത്തിക്കോ, വിലയൊക്കെ കുറച്ചുകൂടി കൂടി. എന്നാലും എർട്ടികയുടെ പ്രൈസ് മുതൽ അങ്ങോട്ട് XL6ന്റെ പ്രൈസിന്റെ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് XUVയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിന്റെ പോയിന്റ് വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ പല വേരിയന്റുകളുള്ള കിയ കാരൻസ് അത്യാവശ്യം നല്ല ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡീസലുണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. അതിലൊരു പെട്രോൾ ടർബോ ആണ്. അപ്പോൾ പല പല വേരിയന്റുകളുള്ള ആ ഒരു കിയ കാരൻസ് ഒരു നല്ല MPV ആണ്. MPV എന്ന് പറയുമ്പോൾ എപ്പോഴും മിഡിൽ റോഡ് സീറ്റ് അല്ലെങ്കിൽ തേർഡ് റോഡ് സീറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓടിക്കാൻ ഉള്ള സുഖം വേണം, അതല്ലാണ്ട് യാത്ര ചെയ്യാനായിട്ട് സൗകര്യം വേണം, കയറാൻ ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ടാവരുത്. പിൻ സീറ്റ് അത്യാവശ്യം നല്ല ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി നല്ല വണ്ടിയായിട്ട് കാരൻസിനെ കാണാം, ഓൾറൗണ്ടായിട്ട്. ഇപ്പോൾ വണ്ടിപ്രാന്തൻ മീഡിയ അവാർഡ്സ് ഒക്കെ വയ്ക്കുകയാണെങ്കിലേ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് MPV ആയിട്ട് ഞാൻ അവാർഡ് കൊടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ആ ഒരു കിയ കാരൻസ് ആണ്. ആ ഒരു ബേസ് മോഡൽ മുതൽ അങ്ങോട്ട് ഡീസൽ മോഡൽ വരെ 20 ലക്ഷത്തിന്റെ അപ്പുറത്ത് വരുന്ന പ്രൈസ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വരെ പല വേരിയന്റ് ഉണ്ടല്ലോ. അതല്ല മാരുതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എർട്ടിക നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ആ ഒരു ചെറിയ വണ്ടി മതിയെങ്കിൽ, ചെറിയ ബഡ്ജറ്റ് ആണെങ്കിൽ ഡ്രൈവർ കൂടി ഒന്ന് നോക്കാം. ഒരു വാർത്ത കൂടിയുണ്ട്. 2.5 കോടി വണ്ടികളാണ് മാരുതി സുസുക്കി വിറ്റിട്ടുള്ളത്. 2.5 കോടി വണ്ടികൾ. ആ നമ്പേഴ്സ് നോക്കി, ആകെ പാടെ കേരളത്തിന്റെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് 3 കോടിയാണ്. 2.5 കോടി വണ്ടികൾ. അപ്പൊ മാരുതി 800 മുതൽ വിറ്റാര വരെ, ഇപ്പോൾ വിറ്റാര അതിന് വണ്ടികൾ വരാണ്ട്, എന്നാലും വിറ്റാര വരെ ഒരുപാട് വണ്ടികൾ, ഒരുപാട് വർഷങ്ങൾ ഇന്ത്യ റൂൾ ചെയ്തെന്നൊക്കെ മാരുതിയെ കുറിച്ച് പറയാം, റോഡ് റൂൾ ചെയ്തെന്നൊക്കെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ മാരുതി 800 ഓൺ ചെയ്യാത്ത ആൾക്കാർ കുറവായിരിക്കും. നമ്മുടെ ഒരു ഏജിലുള്ള ആൾക്കാർ, അതായത് 80s ജനിച്ച ആൾക്കാർ. മാരുതി 800 അവരുടെ ഫസ്റ്റ് കാർ. ഇപ്പൊ 90s നോക്കുമ്പോൾ സ്വിഫ്റ്റ് ഒക്കെ ആയിരിക്കും അവരെ ഫസ്റ്റ് കാറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാരുതി എന്ന് പറയുന്നത് നമ്മുടെ വാഹന ലോകത്തെ മോശമായ മാറ്റൊരു കമ്പനിയാണ്. 2.5 കോടി എന്ന് പറയുന്നത് അവർക്ക് വലിയ മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ നമ്മൾ മാരുതിയുടെ ആ ഒരു 2.5 കോടി അല്ലെങ്കിൽ 25 മില്യൺ എന്നുള്ള ആ ഒരു നമ്പേഴ്സിലേക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മാനുഫാക്ചർ ഇത്രയും കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. CNG ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഇല്ല, ഒബിയസ്ലി ഇലക്ട്രിക്കും ഇല്ല. ഡീസൽ ഒരു വലിയ ഒരു ഒമീഷനാണ്. പക്ഷെ ഡീസൽ എന്ന് പറയുന്നത് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം വേണ്ട, അവിടെ നിൽക്കട്ടെ. കൂടാതെ ഇലക്ട്രിക്കിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്നൊക്കെ ഹൈബ്രിഡിനെ പറയാനുണ്ട്. ആ ഒരു കാര്യത്തിൽ മാരുതി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു മൈൽ സ്റ്റോണിൽ എത്തി നിൽക്കുകയാണ് മാരുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് നിർത്താം. അതായത് വലിയൊരു വീഡിയോ ആക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയാനും പഴയ ഒരു സെഗ്മെന്റ് പൊടി തട്ടി എടുക്കാനും വേണ്ടി തുടങ്ങി വെച്ച ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാത്ത ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ഒക്കെ നമ്മൾ എന്തെങ്കിലും അറിയാലോ. അപ്പോൾ നിങ്ങളുടെ കമന്റുകളിൽ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കമന്റുകളായിട്ട് താഴെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.